ഇന്ന് വ്യക്തമായും സ്പഷ്ടമായും ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുമെന്ന ആഗ്രഹത്തിലും വാഞ്ഛയിലും നാം ദൈവസന്നിധിയിലായിരിക്കണം. ഞാൻ ദൈവസന്നിധിയിൽ വരുന്ന ദൈവമക്കളോട് സാധാരണയായി പറയാറുള്ളൊരു വിഷയമുണ്ട്. നമുക്ക് ഈ ലോകത്തിൽ പലവിധമായ ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വേദനകൾ, നിരാശകൾ, പലവിധമായ ചിന്തകളെല്ലാം നമുക്കുണ്ട്. പ്രിയ സഹോദരി പറഞ്ഞതുപോലെ ജോലിഭാരങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ എല്ലാം ഈ ലോകത്തിലുണ്ട്. കാരണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. ഞാൻ എൻ്റെ കാഴ്ചപ്പാടി പറയുകയാണെങ്കിൽ കർത്താവിൻ്റെ ദാസന്മാരെല്ലാം സ്വന്തം കയ്യാൽ അധ്വാനിച്ചുകൊണ്ട് വേല ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല, പക്ഷേ കഴിവുള്ളവർ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇത്തരത്തിലുള്ള പലവിധമായ ചിന്തകളുണ്ട്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങൾ ആയിരിക്കുന്നവർക്ക് പരിമിതികളേറെയുണ്ട്. എന്നിരുന്നാലും ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം എടുക്കേണ്ട പ്രധാനമായിട്ടുള്ളൊരു തീരുമാനം അന്യതാ ചിന്തകളെല്ലാം നമ്മിൽ നിന്ന് അകറ്റിക്കളയുക എന്നതാണ്. നമ്മുടെ ഹൃദയം പൂർണ്ണമായി ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ സമയത്ത് ദൈവം എന്നോടെന്ത് സംസാരിക്കുന്നു എന്ന ആഗ്രഹത്തോടെ ഇരിക്കുമെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിക്കുവാൻ കഴിയത്തുള്ളൂ. ആമേ സ്തോത്രം. ഇവിടെ നിന്നുകൊണ്ട് ഞാനൊരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ പ്രസംഗിക്കുന്ന പ്രസംഗത്തിനകത്ത് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ആവശ്യമാകുന്ന ദൈവിക വചനവും ആലോചനയും എല്ലാം ദൈവം നൽകുവാൻ വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായും പരമേൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നാം ദൈവസന്നിധിയിലായിരിക്കുക എന്നതാണ്. ഞാൻ ഒത്തിരി മുഖവുരകൾ പറഞ്ഞ് ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ആമേൻ സ്തോത്രം, നിങ്ങൾ ഈ പ്രയർ കോർഡിനേറ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടല്ലേ സ്തോത്രം. തീർച്ചയായിട്ടും എല്ലാ ആമേൻ പ്രയർ സെല്ലുകളാകട്ടെ, കൂട്ടായ്മകളാകട്ടെ, അതെല്ലാം നടക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. അതിനകത്ത് ജനം അനുഗ്രഹിക്കപ്പെടണം, ജനം വിടുവിക്കപ്പെടണം, ആമീൻ ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കണം, ലോകത്തിലെ ആമീൻ ദൈവം നമുക്കൊരുക്കിയിരിക്കുന്ന നന്മകളെല്ലാം പ്രാപിക്കണം. ഇതെല്ലാം ഒരു വശം നിൽക്കുമ്പോഴും ശുശ്രൂഷയുടെ മുഖത്ത് നിൽക്കുന്ന ഓരോ അഭിഷിക്തന്മാരാകട്ടെ, ആമീൻ സ്തോത്രം നേതൃത്വം കൊടുക്കുന്ന സഹോദരിമാരാകട്ടെ, അവരുടെ എല്ലാം ഹൃദയത്തിലെ ആഗ്രഹമെന്ന് പറയുന്നത് ഏത് വിധേനയും നാം ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരണം, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ പ്രാപ്തിയുള്ളവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നതും നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതും അപ്രകാരമുള്ള ചില കാര്യങ്ങളാണ്. നമുക്കറിയാം ദൈവത്തിൻ്റെ ആമേൻ സ്തോത്രം അന്ത്യകൽപ്പന എന്ന് പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികൾ ആകുവിൻ എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളെ ഈ ഭൂമിയിലാക്കി വച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന താൽക്കാലിക നന്മകളോ ലാഭങ്ങളോ ഉയർച്ചകളോ പ്രാപിച്ച് കുറച്ചു കാലം ഈ ദേശത്തിലോ ആമേൻ സ്തോത്രം ലോകത്തിലോ നല്ല രീതിയിൽ ജീവിച്ച് മരിച്ച് മൺമറഞ്ഞ് ക്രിസ്തുവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ വേണ്ടി മാത്രമല്ല, നാം മുഖാന്തരം നാം അറിഞ്ഞ സത്യം അറിയുവാനും അനേകരെ ക്രിസ്തുവിങ്കലേക്ക് ആദായപ്പെടുത്തുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന് വ്യക്തമായും നമ്മെക്കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരും വെറുതെ വിളിക്കപ്പെട്ടവരല്ല. ആമേൻ സ്തോത്രം. നമ്മളെല്ലാം വ്യക്തമായ ആമേൻ ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. നമുക്ക് സ്തോത്രം മുഖവുരകളൊക്കെ മാറ്റിവെച്ച് വേഗത്തിലൊരു വാക്യം വായിച്ച് ആമേൻ തിരുവചന ധ്യാനത്തിനായി നമുക്ക് മുമ്പോട്ട് കടന്നു പോകാം. വലിയ വചന പാണ്ഡിത്യമുള്ള വ്യക്തിയൊന്നും അല്ല ഞാൻ. നിങ്ങളാരും അങ്ങനെയൊന്നും ചിന്തിച്ചുകൊണ്ട് ഇരിക്കരുത്. പ്രത്യേകിച്ച് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ആമേൻ എന്തെങ്കിലുമൊക്കെ ദാസൻ പറയും നമുക്ക് കേൾക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവം എന്നോടെന്ത് സംസാരിക്കുന്നു, അതാണ് നമ്മുടെ ആഗ്രഹമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പലവിധമായ ചിന്തകളൊക്കെ നമുക്കുണ്ടായിരിക്കാം. എല്ലാം ഒന്ന് മാറ്റിവെക്കാം. ആരെങ്കിലും ഒരാൾ മാത്രം ദയവായി സ്തോത്രം മൈക്ക് ഓൺ ചെയ്ത് ഒരു വാക്യം മാത്രം, പിന്നീടുള്ള വാക്യമൊന്നും വായിക്കേണ്ട, ഫസ്റ്റ് വാക്യം മാത്രം, കുറിവാക്യം മാത്രം ഒരാൾ ശബ്ദമുയർത്തി ആമേൻ സ്തോത്രം ഒന്ന് വായിച്ച് സഹായിക്കുക. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പ്രൈസ് ദി ലോർഡ്. വായിച്ചു കഴിഞ്ഞെങ്കിൽ മൈക്ക് അങ്ങ് സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നാം വായിച്ച വാക്യം എനിക്കറിയാം നമുക്ക് ഈ മീറ്റിങ്ങിനകത്തിരിക്കുന്ന എല്ലാവർക്കും
വളരെ സുപരിചിതമായൊരു വേദഭാഗമാണ് എഫെസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് തലകളെ വണങ്ങി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആലോചനക്കാൾക്കായി നമ്മുടെ കാതുകളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരിക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ അന്യതാ ചിന്തകളെല്ലാം ദൈവസന്നിധിയിൽ ഒന്ന് ഇറക്കി വെച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം നമുക്ക് പറയുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു സ്തോത്രമല്ലേലൂയ വാഗ്ദത്തമുണ്ട്, നിന്റെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ധ്യായാമത്തിൽ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ആകുലതകൾ, നമ്മുടെ വേദനകളെല്ലാം അല്പനേരം ഒന്ന് സ്വസ്ഥമായി കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇറക്കി വെച്ച് നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ കണ്ണുകളെല്ലാം ദൈവസന്നിധിയിൽ അടയ്ക്കാം. ആമേൻ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹീത മനോഹരമായ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് ഈ വൈകിയ വേളയിൽ കർത്താവേ, ആമേൻ, ഈ പ്രയർ കൂട്ടായ്മയുമായി അപ്പൻ്റെ പാദപീഠത്തിലേക്ക് എടുത്തു വരികയാണ്. ദൈവം ഇന്ന് രാത്രി അടിയനെ ഏൽപ്പിച്ചിരിക്കുന്ന തിരുവചനത്തെ തിരുക്കരങ്ങൾ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിലെ പ്രാഗൽഭ്യം കൊണ്ടോ അടിയൻ്റെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി തിരുവചനം സംസാരിക്കുവാൻ അടിയനെ സഹായിക്കണം, ശക്തീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പനെ കേൾക്കുന്ന ജനത്തിനും പ്രസംഗിക്കുന്ന അടിയനും ഒരുപോലെ അനുഗ്രഹമായി ഭവിക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തിന് നിറഞ്ഞു കവിയുന്ന സാന്നിധ്യം കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ജനത്തിൻ്റെ മേൽ ഈ വചനത്തിൽ കേട്ടതുപോലെ എൻ്റെ ദൈവശക്തിയുടെ ആമേൻ വലിയ പ്രവാഹം അനുഭവിച്ചറിയുവാൻ ഇന്ന് രാത്രി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ പൊന്നുപിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ള കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം എഫെസ്യർക്ക് എഴുതിയ ലേഖനം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, വിശുദ്ധനായ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ലേഖനമാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ മുഖവരകളോ പശ്ചാത്തലങ്ങളിലേക്കോ ഒന്നും ഇന്ന് രാത്രിയിൽ ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും പ്രധാനപ്പെട്ട 1-2 കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ആമേൻ മുൻപോട്ട് കടന്നു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി ഈ ലേഖനത്തിൻ്റെ വളരെ ആമേൻ പ്രത്യേകത എന്ന് പറയുന്നത്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, മറഞ്ഞിരുന്ന മർമ്മം വെളിപ്പെടുത്തുന്ന ഒരു വേദപുസ്തകമാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്നത്. ആമേൻ. അതെന്താണെന്ന് വെച്ചാൽ നാം ക്രിസ്തുവിൽ ഒന്നാണ് എന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശം ദൈവജനത്തിന് പകർന്നു കൊടുക്കുന്ന ഒരു വേദപുസ്തകമാണ് എഫെസ്യർക്ക് ലേഖനം. മറ്റനേക ചിന്തകളുണ്ട്, എന്നാൽ നമ്മുടെ ആമേൻ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ അല്പമായി 1-2 പോയിന്റുകൾ മാത്രം പറഞ്ഞ് മുൻപോട്ട് കടന്നു പോകുവാൻ ആഗ്രഹിക്കണം. അപ്പോൾ സ്തോത്രമല്ലേ, ഇവിടെ യഹൂദനെന്നോ ജാതിയെന്നോ പശ്ചാത്തലങ്ങളൊന്നുമില്ല. ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും ആമേൻ ദൈവസഭയിൽ പ്രസംഗിക്കുമ്പോൾ ആമേൻ എന്നെ കേൾക്കുന്ന ചില സഹോദരങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ സഭയിൽ പോലും പ്രസംഗിക്കുമ്പോൾ അവിടെ പറയാറുണ്ട്, വിശ്വാസിയും പാസ്റ്ററും എല്ലാം ഇവിടെയാണ്, അവിടെ ചെന്നാൽ നാം എല്ലാവരും ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആ പ്രാഗൽഭ്യത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പലവിധമായ വിഷയങ്ങളെ എഫെസ്യർക്ക് എഴുതിയ ലേഖനം ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാലും നാം ഈ വായിച്ച വചനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം മുതൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20-ാമത്തെ വാക്യം വരെ ആമേൻ, സ്തോത്രം, ദൈവജനത്തിനുള്ള പോരാട്ടങ്ങളും അതിനെ ജയിക്കുവാനുള്ള ആമേൻ, സ്തോത്രം, ദൈവത്തിൻ്റെ ആമേൻ ശക്തിയെക്കുറിച്ചും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ആമേൻ ഭാഗമാണ് ഇത്. സ്തോത്രം. എന്നാൽ വാക്യത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ പൗലോസ് ഇപ്രകാരമാണ് രേഖപ്പെടുത്തുന്നത്, ഒടുവിൽ കർത്താവിലും. നമ്മുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആമേൻ ദൈവത്തിൻ്റെ വചനം കേൾക്കും, അരുളപ്പാടുകൾ കേൾക്കും, ദൈവത്തിൻ്റെ ആലോചനകൾ കേൾക്കും. ആമേൻ, സ്തോത്രം, വേഗത്തിൽ ഇറങ്ങി എന്തെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി പുറപ്പെടും. ഇത് ദൈവമക്കളുടെ ഇടയിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും കേൾക്കുന്ന പാടെ എന്ത് ചെയ്യും? ചാടിയങ്ങ് ഇറങ്ങും. സ്തോത്രം. പാറപ്പുറത്ത് വീണ വിത്തിനെ പോലെ വേഗത്തിൽ മുളച്ചു വരികയും ചെയ്യും, വേഗത്തിൽ എന്ത് ചെയ്യും?
വാടിപ്പോവുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവദാസൻ നല്ല അനുഗ്രഹിക്കപ്പെട്ട ദൂത് തലയിൽ കൈവച്ച് തലയൊക്കെ കുലുക്കി യേശുവിൻ്റെ നാമത്തിൽ ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്, ദൈവം നിന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നല്ല ദൂത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇറങ്ങി നിന്ന് സാക്ഷ്യം പറയും, എനിക്കെൻ്റെ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കണം, എൻ്റെ ദൈവത്തിന് വേണ്ടി ഓടണം, എൻ്റെ ദൈവത്തിന് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യണം. വളരെ തീക്ഷ്ണതയാണ്, തീവ്രതയാണ്. ആമേ സ്തോത്രം. ഇറങ്ങി പുറപ്പെടുവാൻ ഭയങ്കര ധൈര്യമാണ്. എന്താ വേഗത്തിൽ മുളച്ചു. കാരണം കുലുക്കി പറഞ്ഞ ദൈവദാസനും ജില്ലക്കാരനൊന്നുമല്ല, എന്നെപ്പോലെ അത്യാവശ്യം ശബ്ദമൊക്കെ ഉള്ളത് കൊണ്ട് ഇതിവിടെ കൂടെ കേൾക്കുന്ന പാടെ ആത്മാവിൽ ബലം ധരിച്ചോ ഇല്ലയോ ശരീരത്തിൽ ബലം ധരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ വാക്കുകളെന്നും അങ്ങും കോട്ടിക്കളയരെ. എനിക്ക് ഭയങ്കര പേടിയാണ് സത്യത്തിൽ ഈ ഓൺലൈനിലൊക്കെ പ്രസംഗിക്കുന്നത്. ഞാൻ വാസ്തവമായി സത്യമായും ഒരു കാര്യം പറഞ്ഞിട്ട് മുമ്പോട്ട് കടന്നു പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആമേൻ സ്തോത്രം ദൈവദാസന്മാർക്കെല്ലാം എതിരായിട്ട് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ദൈവമക്കൾ തന്നെയാണ്. ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല, വലിയ വിഷയമാണ്, അതുകൊണ്ട് അവിടെ ഒന്നും തൊടുന്നില്ല. സ്തോത്രം. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്ന പാടെ എന്തു ചെയ്യും? നമ്മളങ്ങ് ഇറങ്ങി പുറപ്പെടും. വിഷയം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ കഴിവിലും നമ്മുടെ ബലത്തിലും നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ ശക്തിയിലും നാം ആശ്രയിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ ഞാൻ വാസ്തവമായും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയട്ടെ പ്രിയ സഹോദര സഹോദരി, ആമേൻ, നാം നിശ്ചയമായും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുവാനിടയായിത്തീരും. നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ മിടുക്ക് കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ ദൈവത്തിൻ്റെ വേലയെ തികയ്ക്കുവാൻ കഴിയുമെന്ന് നാം ആരും വിചാരിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു, ഒടുവിൽ കർത്താവിലും. ആദ്യം നാം ബലം ധരിക്കേണ്ടത് ക്രിസ്തുവിൽ നാം ബലം ധരിക്കുവാനിടയായിത്തീരണം. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വാസ്തവമായും വസിക്കുന്നുവെന്ന് അടുത്തിരിക്കുന്നയാൾക്ക് ബോധ്യം വരുന്നുവോ ഇല്ലയോ? നമുക്കുത്തമ ബോധ്യമുണ്ടായിരിക്കണം. ഈ ക്രിസ്തു എന്ന അത്ഭുത പ്രതിഭ, ലോകത്തിൻ്റെ രക്ഷകൻ, ആമേ സ്തോത്രം, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന തിരിച്ചറിവ്, ആ പ്രാഗൽഭ്യം, ഉത്തമമായ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാനിടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ തിരിച്ചറിവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താലും ഞാനാണ് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി കഴിവുണ്ടായിട്ട് കാര്യമില്ല, ഒത്തിരി പഠിപ്പുണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോൾ അറിവിൻ്റെ പുറകെയാണ് പലരും. ഞാൻ പറയട്ടെ, ഞാൻ ഒത്തിരി പഠിച്ചിട്ടൊന്നുള്ള ആളല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വളരെ പഠിപ്പൊക്കെ, പരിമിതമായ പഠിപ്പും അറിവും ഒക്കെ ഉള്ളു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാലും എൻ്റെ ദൈവം എന്നെയും കണ്ടു നിങ്ങളുടെ മുമ്പിൽ നിന്ന് തിരുവചനം സംസാരിക്കുവാൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കഴിവ് കൊണ്ടോ മിടുക്ക് കൊണ്ടോ നമുക്ക് ഈ ലോകത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ക്രിസ്തുവിന് വേണ്ടി നാം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവത്തിന് വേണ്ടി എരിവോടെ നിൽക്കുവാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരൊക്കെ നിൽക്കും. സ്തോത്രമില്ല. അല്പസ്വല്പം നന്മകളും ആമേ സ്തോത്രം ലോകത്തിൻ്റെതായിട്ടുള്ള ഉയർച്ചകളൊക്കെ ലഭിക്കുമ്പോൾ ആമേൻ അവർ പിടിച്ചു നിൽക്കും. പക്ഷേ പ്രതികൂലം കടന്നു വരുമ്പോൾ എല്ലാം വിട്ടുവിടുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പൗലോസ് വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ദൈവത്തിൽ നിന്ന് ബലം ധരിക്കണം. സ്തോത്രം. താഴോട്ട് വായിച്ചു നോക്കിയാൽ ഒത്തിരി കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാലും സ്തോത്രം 1-2 കാര്യം മാത്രം ആമേൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകട്ടെ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ്, നാം കർത്താവിൽ ബലം ധരിക്കണം. കാരണം എന്താ? നാം ഒരു പോർക്കളത്തിലാണ്, നാം ഒരു യുദ്ധക്കളത്തിലാണ്. കർത്താവ് ദേവാസൻ കഴിഞ്ഞ ദിവസം അഭിമുഖീകരിച്ചതാണ്, ചെറിയൊരു വിഷയമാണെങ്കിലും. സ്തോത്രം. നാം എല്ലാം യുദ്ധക്കളത്തിലാണ്, നാം എല്ലാം പോർക്കളത്തിലാണ്. ഈ പോർക്കളത്തിൽ നാം പോരാടി ജയിക്കണമെങ്കിൽ നമ്മുടെ ശക്തി കൊണ്ട് നമുക്ക് കഴിയത്തില്ല. ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കുവാനിടയായിത്തീരണം. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തന്നെ ആമേ തിമോഥെയോസിലേക്ക് എഴുതിയ ലേഖനത്തിൽ ആമേ ഇപ്രകാരം പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു. അല്ലേ? എൻ്റെ ബാക്കിയുണ്ട്. സ്തോത്രം. ഞാൻ പോരാട്ടത്തെ മാത്രം എടുക്കുകയാണ്. സ്തോത്രം. ആമേ, ഞാൻ നല്ല പോർ പൊരുതു. അപ്പോൾ പൗലോസ് പറയുകയാണ്, എന്തുണ്ട്? പോരാട്ടമുണ്ട്.
നല്ല പോർ പൊരുതണമെങ്കിൽ എന്തുണ്ട്? പോരാട്ടമുണ്ട്. പോരാട്ടമില്ലെങ്കിൽ ഞാൻ നല്ല പോർ പൊരുതുമെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ പോരാട്ടമുണ്ട്. പൗലോസിന് പോരാട്ടമുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ ആരാ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോഴത്തെ വിഷയം എന്തെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പൗലോസിനേക്കാളും പോട്ടെ, നമ്മളൊക്കെ യേശുവിനേക്കാളും വലിയ ആളെന്നാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ പൗലോസ് പറയുന്നു 2 തിമോഥെയോസ് 4:7, ഞാൻ നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു. കണ്ടോ? അപ്പോൾ നല്ല പോർ പൊരുതു. അതുകൊണ്ടാണ് ഇത് കാക്കാൻ കഴിഞ്ഞത്. സ്തോത്രം. എന്നിട്ട് അതുപോലെ തന്നെ നാം ഈ വായിച്ച എഫെസ്യർക്കെഴുതിയ ലേഖനം 6-12 വാക്യത്തിൽ പറയുന്നു, നമുക്ക് പോരാട്ടം ഉള്ളത്. സ്തോത്രം. അതിൻ്റെ താഴെ കുറച്ച് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ അവിടേക്കുമില്ല. അപ്പം വിശ്വാസികൾക്ക് എന്തുണ്ട്? തീർച്ചയായിട്ടും പോരാട്ടമുണ്ട്. സ്തോത്രം. പോരാട്ടമില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു പഠിപ്പിക്കലുണ്ട്. അതെല്ലാം അങ്ങ് അല്പനേരത്തേക്ക് മാറ്റി വെച്ചേക്കാം നമുക്ക്. സ്തോത്രം. നമുക്ക് പോരാട്ടമുണ്ട്, അത് ജഡരക്തങ്ങളോടല്ല എന്ന് പൗലോസ് വ്യക്തമായി പറയുന്നു. ഞാൻ നല്ല പോർ പൊരുതു എന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ പോരാട്ടം ദൈവമക്കൾക്കുണ്ട്. ആ പോരാട്ടത്തെ ജയിക്കുവാനുള്ള റിസോഴ്സാണ് അല്പം മുമ്പിൽ ആമേൻ പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിൽ ബലം ധരിക്കുവാനിടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ വിഷയം എന്തെന്ന് പറഞ്ഞാൽ, ഒരു കൂട്ടര് തങ്ങളിൽ തന്നെ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാനിടയായിത്തീരും. ഇനി വേറൊരു കൂട്ടരുണ്ട്. പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഹൃദയത്തിൽ പരമാർത്ഥതയോടെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്താൽ മുമ്പോട്ട് വരത്തില്ല. എന്ത് ചെയ്താൽ എന്ത് ചെയ്യത്തില്ല? അതുപോലെ അല്പം മാറി ഞങ്ങളുടെ അവിടുത്തെ ഒരു ലാംഗ്വേജ് ടൈപ്പിലൊക്കെ പറഞ്ഞാൽ കൊന്നാൽ മുമ്പോട്ട് വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെല്ലാം തല്ലി സ്റ്റേജിൽ കയറ്റാൻ നോക്കിയാൽ കയറത്തില്ല. എന്നാൽ ഒരു പാട്ടെങ്കിലും പാട് സഹോദര എന്ന് പറഞ്ഞാൽ കയറത്തില്ല. ഒരു 2 മിനിറ്റ് തിരുവചനം പ്രസംഗിക്ക് സഹോദരി എന്ന് പറഞ്ഞാൽ പറയത്തില്ല. 1 മിനിറ്റ് ഒന്ന് ദൈവത്തിന് സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കത്തില്ല. എന്താ കാര്യം? ഇവരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ ബുദ്ധിയും കഴിവും ഒക്കെ അളന്നുകൊണ്ടിരിക്കുക. എനിക്കിതിനൊന്നും കഴിയത്തില്ല, എനിക്കിതിനൊന്നും പറ്റത്തില്ല, എന്നെ ഇതിനൊന്നും കൊള്ളത്തില്ല, എന്നെ ദൈവം ഇതിനൊന്നും വിളിച്ചിട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് രാത്രി നിങ്ങൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളെല്ലാം കുറിച്ച് ദൈവത്തിനൊരു പർപ്പസുണ്ട്. നിങ്ങളെല്ലാം കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും കൂടെ ഇരിക്കുന്നവരെ ആരെങ്കിലും തട്ടിക്കയറ്റി വിടാൻ ആഗ്രഹിക്കുന്ന ആളാണ്. സ്തോത്രം. ചർച്ചിൽ വരുന്നവർ, എൻ്റെ ചർച്ചിൽ കൂടുന്നവർക്കൊക്കെ അറിയാം. സ്തോത്രം. എങ്ങനെയെങ്കിലും അല്പമെങ്കിലും ദൈവത്തിന് വേണ്ടി പ്രയോജനമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയും തല്ലി പഴിപ്പിച്ചെങ്കിലും കയറ്റി കൊണ്ടുവരും. സ്തോത്രം. പിന്നെ തലക്കനം കാണിച്ചു കഴിഞ്ഞാൽ ഒറ്റയടി തലയ്ക്ക് കൊടുത്ത് അവിടെ ഇരുത്തുകയും ചെയ്യും. അതും പറയാം. പ്രൈസ് ദി ലോർഡ്. ചുമ്മാ ചിരിച്ച് കാണിച്ച് പല്ല് കാണിച്ചൊന്നും ഇരിക്കത്തില്ല. ദൈവത്തിൻ്റെ വചനത്തിന് ഹിതമല്ലാത്ത എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചുകൊണ്ട് വരണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒറ്റയടി തലയ്ക്ക് അപ്പം കൊടുക്കും. അവിടെ ഇരുന്നോളാൻ പറയും. ഇരിക്കണമെങ്കിൽ ഇരുന്നാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. സ്തോത്രം. നമ്മളൊന്നും വലിയ പുള്ളിയൊന്നും അല്ലെന്നേ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഒരു കൂട്ടർ ഇങ്ങനെയുമുണ്ട്, എനിക്കൊന്നിനും കഴിയത്തില്ല, എനിക്കിനൊന്നിനും കൊള്ളത്തുമില്ല, എന്നെ കൊണ്ടൊന്നിനും ആകത്തുമില്ല. പക്ഷേ അങ്ങനെയുള്ളവരാ ദൈവത്തിന് വേണ്ടത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എന്നെ കൊണ്ടൊന്നിനും കഴിവില്ല, എനിക്കൊന്നിനും പറ്റത്തില്ല, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല എന്ന് പറയുന്ന ചിലരെ ഇന്ന് രാത്രി ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് രാത്രി ഞാൻ ദൂത് വിളിച്ച് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് അങ്ങനെയുള്ള ചിലരെ ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ 1:27 ഇപ്രകാരം പറയണം, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്വമായത് തിരഞ്ഞെടുത്തു. എന്തിനാ ദൈവം അങ്ങനെ തിരഞ്ഞെടുത്തത്? നമുക്കറിയാം, മോശയെ ദൈവം കണ്ട സമയത്ത് മോശെ ഒത്തിരി ഒഴികഴിവുകളൊക്കെ പറഞ്ഞു അല്ലേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഗിദെയോൻ്റെ ചരിത്രവും നാം പഠിച്ചു നോക്കി പോകുമ്പോൾ ഗിദെയോനും പറഞ്ഞു കുറേ ഒഴികഴിവുകൾ. പിന്നെ അടയാളം കാണണം, അത്ഭുതം കാണണം, ദൈവമാണ് വിളിച്ചതെന്നറിയണം. എത്ര പരീക്ഷണങ്ങൾ. നമ്മുടെ ദൈവം എത്ര കനിവുള്ളവനാണ്, എത്ര കൃപയുള്ളവനാണ്, എത്ര ക്ഷമയുള്ളവനാണ്, എത്ര പ്രാവശ്യമാ മറിച്ചും തിരിച്ചും ഇടുന്നത്. എന്നാലും ദൈവം വിട്ടില്ല. അവൻ ആഗ്രഹിച്ചതെല്ലാം അവനെ കാണിച്ചു. അവൻ്റെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തി. അവനോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. നമ്മുടെ ബലഹീനതകളൊന്നും ദൈവത്തിന് വിഷയമല്ല, നമ്മുടെ ബലഹീനതകളാണ് ദൈവത്തിന് ആവശ്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിനകത്ത് ഇപ്രകാരം പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ
ആമേൻ, ഇന്ന് രാത്രി നിങ്ങളുടെ ചിന്തകൾക്കൊരു മാറ്റം വരണം. നിങ്ങളെ കണ്ടിരിക്കുന്ന ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ചെറുതാകട്ടെ വലുതാകട്ടെ ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷയെ ആമേൻ ചെയ്യുവാനുള്ള വാഞ്ഛയും താല്പര്യവും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പ്രവൃത്തിയിൽ ഭയങ്കരനായ ദൈവം നമ്മിലൂടെ ചില അത്ഭുതങ്ങൾ ചെയ്തെടുക്കുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, നമ്മൾ നമ്മിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കുവാനിടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. 1:27 പറയുന്നു, ജ്ഞാനികളെ ഇപ്പം ദൈവം ലോകത്തിൽ പോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഞാൻ പലപ്പോഴും സ്തോത്രം ഇടയ്ക്ക് ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ അനുഭവങ്ങളാണ് കൂടുതലും പറയാറുള്ളത്. എന്തായാലും ഇവിടെ ഒത്തിരി പേർക്ക് എന്നെ അറിയാത്തത് കൊണ്ട് ഇടയ്ക്കൊക്കെ പറയാം, കുഴപ്പമില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വരണമെന്ന് എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചൊരാളല്ല. സ്തോത്രം. എൻ്റെ വലിയമ്മച്ചിയും എൻ്റെ അമ്മയും എൻ്റെ ചിറ്റമ്മയും എൻ്റെ കുടുംബത്തിൽ കുറച്ച് പേരൊക്കെ നേരത്തെ പെന്തിക്കോസ്തിൽ വന്നു. ഞാനാണെങ്കിൽ അത്യാവശ്യം അവിടെ ഇവിടെ ഇല്ലാത്തൊരു പരുവത്തിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളാണ്. എന്ന് വെച്ച് തീരെ കൊളരുതാത്ത ആളൊന്നുമല്ല, അത്യാവശ്യം കൈമടക്ക് പ്രവൃത്തികളൊക്കെ കയ്യിലുണ്ടായിരുന്ന ആളാണ്. എന്നിരുന്നാലും സ്തോത്രം, ഹല്ലേലൂയ, ഇവരെയൊക്കെ കാണുമ്പോൾ ഇച്ചിരി പരിഹസിക്കാൻ ഞങ്ങളുടെ ട്രിവാൻഡ്രം ഭാഷയിൽ അന്യഭാഷ പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു പരിപാടിയുണ്ട്. എന്തായാലും ഞാൻ പാസ്സായതുകൊണ്ട് ഇപ്പോൾ അത് പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അപ്പോൾ അത് പറഞ്ഞ് ഇവരെ പരിഹസിക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. സ്തോത്രം. ഇവർ ചർച്ചിൽ പോയിട്ട് വന്നാൽ ഉടനെ ഇത് പറയും. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഈ കാലത്തിലൊക്കെ കാണുന്നത് വളരെ വിരളമാണ്. ആരാധിക്കുന്നവൻ ആരാധിച്ച് അവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്തെത്തും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ആരാധനയൊക്കെ ഉണ്ടായിരുന്നേ ദൈവസഭയിൽ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇരിക്കുന്നിടത്ത് പാസ്റ്റർ വന്ന് തലയെ പിടിച്ച് കുലിക്കാലല്ല, കാലെ വാരി തൂക്കി 2 കുലുക്ക് കുലിക്കാൻ പോലും ആമേൻ ജമ്മത്ത് അനങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അങ്ങനെയുള്ളവരും ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ആരും കൈവക്കണ്ട, എല്ലാവരും തിരിച്ചറിയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. ആമേൻ. ഇടയ്ക്ക് ആമേൻ, സ്തോത്രം, സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നല്ല കാര്യം, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം സ്റ്റേജിൽ ഞങ്ങളാണ് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലൊരു കൺവെൻഷൻ പ്രസംഗത്തിൽ ആമേൻ, സ്തോത്രം, ഞാൻ സ്റ്റേജിലിരിക്കണമെന്ന് ദൈവദാസൻ വലിയ അത്ഭുതകരമായ ദൈവത്തിൻ്റെ ദൂതുകളൊക്കെ വിളിച്ചു പറഞ്ഞു. എല്ലാവരും ആത്മാവിൽ നല്ല രീതിയിൽ അവസാനം എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുക. ഈ ആരാധന അങ്ങ് ഉപ്പിരി കൊട്ട് നിൽക്കുക. അപ്പോൾ ഏറ്റവും പുറകിൽ എനിക്ക് പരിചയമുള്ളൊരു സഹോദരൻ ഇരിപ്പുണ്ട്. ആ സഹോദരൻ എങ്ങാനും ഈ കൂട്ടത്തിലെങ്ങാനും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പുറകിലിരിക്കുന്ന ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. 2 ക്യാമറ വെച്ചിട്ടുണ്ട്. ഒരു ക്യാമറ പാസ്റ്ററിനെ ഫോക്കസ് ചെയ്തിരിപ്പുണ്ട്. ഇടയ്ക്ക് ആരാധന അങ്ങ് നല്ല ഹൈയിൽ കയറിയപ്പോൾ എല്ലാവരും കൈയടിച്ച് എല്ലാവരും അന്യഭാഷയിൽ നിൽക്കുക, തീയിൽ നിൽക്കുക. അന്നേരം ഈ ക്യാമറ ഇങ്ങനെ ഓഡിയൻസിലേക്ക് തിരിച്ചു കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ എന്ത് ചെയ്തു? നിങ്ങൾക്കറിയാമല്ലോ, ഇതൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളവർക്കറിയാം. പതിയെ ഇങ്ങനെ ക്യാമറ സൂം ചെയ്യും. അവരിങ്ങനെ ഫ്രണ്ട് സീറ്റിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തരെ പിടിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ആരാധിക്കുന്നവരെ കണ്ട് അവരെ ഒന്നുകൂടെ ഒന്ന് സൂം ചെയ്ത് ഒന്ന് പുറകോട്ടെടുത്ത് ഇങ്ങനെ സൂം ചെയ്ത് ഏറ്റവും പുറകിലത്തെ ലൈനിലെത്തി. അവിടെ നിന്ന് ഇങ്ങനെ സൂം ചെയ്ത് വന്നപ്പോൾ ഈ സഹോദരൻ അവിടെ ഇരിക്കണം. അപ്പോഴും ഞങ്ങൾക്ക് എല്ലാം കാണാം. ഞാൻ ഈ വീഡിയോയും കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ചിരിച്ച് ചത്തു. നിങ്ങൾ ആരും വീഡിയോ ചോദിക്കരുത്, ഇട്ട് തരത്തില്ല. ഇനി നാളെ അത് തപ്പിയെടുത്തിട്ട് കളയും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. വീഡിയോ സൂം ചെയ്ത് ഈ വീഡിയോയിൽ ഈ പിടിക്കുന്ന ആളിന് മനസ്സിലായില്ലേ, അവിടെ ഒരുത്തൻ മാത്രം അനങ്ങാതിരിപ്പുണ്ട്. അയാൾ ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ സൂം ചെയ്ത് ഇങ്ങനെ കൊണ്ട് ആ മുഖത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അവന് മനസ്സിലായി ഇത് വേറെ എങ്ങുമല്ല നമ്മളെ ആ ലക്ഷ്യമാക്കി വരുന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവെ, ആ നിമിഷം മുതൽ ആ ചർച്ച, ആ കൂട്ടായ്മയ്ക്കകത്ത് ഏറ്റവും അധികം ആരാധിച്ചത് ആ പുള്ളിയാണ്. ഞാൻ നോക്കിയിരിക്കുമ്പോൾ ഇങ്ങനെ, നിങ്ങൾക്ക് എന്നെ കാണാമെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ട് ക്യാമറ അടുത്തെത്തിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിള്ളേരെ, അമ്മേ, കുഞ്ഞ് സഹോദരങ്ങളെ, ഇതൊന്നുമല്ല ആത്മാവിൻ്റെ ആരാധന. പ്രൈസ് ദി ലോർഡ്. ലോകത്തെ കാണിക്കുന്നതൊന്നുമല്ല ആരാധന. ലോകത്തെ കാണിക്കുന്നതൊന്നുമല്ല ദൈവസാന്നിധ്യം. ഇത് വാസ്തവമായും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനിടയാറ്റണം. അങ്ങനെ അനുഭവിച്ചറിയുമ്പോൾ നമ്മളെ കൊണ്ട് ദൈവം അസാധ്യമായ കാര്യങ്ങൾ ചെയ്യും. ഇപ്പം ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് ആഗ്രഹിച്ച ആളെയല്ല. സ്തോത്രം.
അല്ലല്ലോ. അപ്പം ഞാനിങ്ങനെ പരിഹസിച്ചൊക്കെ ഇരുന്നെങ്കിൽ ഇവരൊക്കെ രക്ഷയുടെ അനുഭവത്തേക്ക് വന്നു. ഇവിടെ കൃപയാൽ വന്ന് ചർച്ചിൽ കടന്നു പോകുവാനും ദൈവ സാന്നിധ്യമൊക്കെ അനുഭവിക്കുവാനും ഒക്കെ ഇടയായിത്തീർന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു വാത്സല്യ സഹോദരൻ എന്നെ വിളിച്ച് സ്തോത്രം പതുക്കെ കൂടെ കൊണ്ടുപോയി നമുക്കൊരു മീറ്റിങ്ങൊക്കെ പ്രാർത്ഥിച്ച് തുടങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇരുന്നൊരു പ്രാർത്ഥനയൊക്കെ തുടങ്ങി. ഞങ്ങളുടെ വീട്ടിലാണ് തുടങ്ങിയത്. അങ്ങനെ ഞാൻ പോലും അറിയാതെ ഞാൻ ശുശ്രൂഷകനായി മാറി. ആമേൻ. ഇപ്പം എൻ്റെ കൂടത്തിരിക്കുന്ന സഹോദരൻ എനിക്കിപ്പം വലിയ തരക്കേടില്ലെങ്കിൽ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഒന്ന് പ്രസംഗിക്കാൻ അറിയാമെന്ന് തോന്നിയതുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പിന്നെ ഇച്ചിരി ബൈബിൾ കോളേജിലൊക്കെ പോയി ചെറിയ രീതിയിലൊക്കെ ഉള്ളൊരു പഠനമൊക്കെ നടത്തി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ, എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ, എൻ്റെ അറിവ് കൊണ്ട് ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ, ഞാൻ മറ്റുള്ള ദൈവദാസന്മാരുമായി എന്നെ താരതമ്യം ചെയ്ത് നോക്കിയിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുവാൻ കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളെക്കുറിച്ചൊരിക്കലും ചിന്തിക്കരുത്. നമുക്ക് കഴിവില്ലാത്തതിനെ നമ്മിലൂടെ ചെയ്തെടുക്കുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് കർത്താവിൽ ബലം ധരിക്കുവാനിടയായിത്തീരണം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരമാണ് ഞാൻ മതിയായവനായി തീരുന്നത്. എന്നെ ശക്തനാക്കുന്നവനില്ല എങ്കിൽ ഞാനൊന്നുമില്ല, എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ബലപ്പെടുത്തുന്ന ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളിലൂടെ ഈ ലോകത്തിൽ വൻകാര്യങ്ങൾ നടക്കുവാനിടയായിത്തീരും. അങ്ങനെയല്ലേ കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലും അധികം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, വിശ്വസിക്കുവാൻ തയ്യാറാകണം. അപ്പം നിങ്ങൾ ചോദിക്കും, കർത്താവിൻ്റെ ദാസനെ ഞങ്ങൾ വിശ്വസിക്കാതെയാണോ ഇന്ന് രാത്രി ഈ സമയത്ത് ഈ മീറ്റിങ്ങിനകത്ത് ഈ സൂം ഓൺ ചെയ്ത് ഞങ്ങളിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അത് വിശ്വാസം തന്നെയാണ്. നിശ്ചയമായും നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ കുറച്ച് കാണുകയില്ല. സ്തോത്രം. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് പ്രയോജനമായി തീരണം. നിങ്ങൾ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ച് ഒതുങ്ങിക്കൂടിയിരുന്ന് സ്തോത്രം ആത്മാവിൽ ആരാധിച്ച് പോയി എന്നല്ല. സ്തോത്രം നിങ്ങളിലൂടെ ദൈവം ചില അത്ഭുതങ്ങൾ നടക്കുവാനിടയായിത്തീരണം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഈ ദേശത്ത് നടക്കുക മാത്രമല്ല, നിങ്ങളിലൂടെ അനേകർ സത്യദൈവത്തെ അറിയുവാൻ ഇടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. അതിന് വേണ്ടതെന്താ? ദൈവം എന്നെ ഉപയോഗിക്കുമെന്ന വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ആ വിശ്വാസം വേണം. എന്നെ ദൈവം ഉപയോഗിക്കും, എന്നിലൂടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഒരു രോഗി വന്ന് നമ്മളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ദൈവദാസനെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാമെന്നല്ല, ഞാൻ പ്രാർത്ഥിച്ചാൽ രോഗിക്ക് സൗഖ്യം വരും. ഈ വിശ്വാസം ആദ്യം ആർക്കാ വേണ്ടത്? പ്രാർത്ഥിക്കുവാൻ പോകുന്ന നിങ്ങൾക്ക് വേണം. നിങ്ങൾ കൈവയ്ക്കുന്നതിന് മുൻപേ നിങ്ങളുടെ കൈയുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്തോത്രമാൻ മൺകൂടാരത്തിൻ്റെ മേൽ വ്യാപരിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസം വേണം. ഇത് ചെയ്യുന്നവൻ ആരെന്ന് അതും നിങ്ങൾക്ക് ഉറപ്പ് വേണം. പലരുടെയും വിഷയം ഞാൻ അതും പറയാറുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു തന്നെ പോകണം, ഇല്ലെങ്കിൽ സ്തോത്രമാലിയ ഞാൻ വേറെ രീതിയിൽ പോയി പോകും. ഞാൻ പറയുന്നത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രാർത്ഥിച്ച് അത്ഭുതം നടന്നാൽ അത് എൻ്റെ കൈ കൊണ്ടോ എൻ്റെ മിടുക്ക് കൊണ്ടോ എന്നല്ല. പൗലോസിൻ്റെ ഭാഷ്യത്തിൽ പറഞ്ഞാൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ മിടുക്ക് കൊണ്ടല്ല, എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ കരങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ നാവുകളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ വാക്കുകളുടെ ശക്തി പുറപ്പെടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ ഉള്ളിൽ ഈ ഉറപ്പ് നിശ്ചയമായും ആവശ്യമാണ്. അപ്പോൾ ഒന്ന്, നമുക്ക് ഈ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരണമെങ്കിൽ പൗലോസ് പറയുകയാണ്, ദൈവത്തിൽ നിന്ന് നാം ശക്തി പ്രാപിക്കുവാനിടയായിത്തീരണം.
ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത് കൊണ്ട് മാത്രമേ ലോകത്തിൽ ദൈവത്തിന് പ്രയോജനകരമായി തീരുവാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ സത്യത്തിൽ ഈ മീറ്റിങ്ങിനകത്ത് ഈ കർത്താവിൻ്റെ ദാസനെ കണ്ടതുകൊണ്ട് വലിയ സന്തോഷത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ഇവരൊക്കെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് കാണുമ്പോഴാണ് ഞാനൊക്കെ എന്താണെന്ന് ചിന്തിച്ചു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ സ്തോത്രം ഹല്ലേലൂയ വളരെ സജീവമായി നിൽക്കുന്നത് കൊണ്ട് പലവരും പല ദേശങ്ങളിൽ ദൈവനാമം നിമിത്തം നിന്ദകൾ, അപമാനങ്ങൾ, അപവാദങ്ങൾ, അടികൾ, പഴികൾ, ദുഷികൾ എല്ലാം ഏറ്റുവാങ്ങുമ്പോൾ ഞാൻ വാസ്തവമായും പറയും, അവരാണ് യഥാർത്ഥ ഭക്തന്മാർ, അവരാണ് യഥാർത്ഥ വിശ്വാസ വീരന്മാർ. പ്രൈസ് ദി ലോർഡ്. അവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവർക്ക് തങ്ങളെ മറന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഓടുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് സ്വാർത്ഥത മറന്നുകൊണ്ട്, സ്വയം മറന്നുകൊണ്ട് എങ്ങനെയും ഒരു ആത്മാവിനെങ്കിലും ദൈവത്തിന് വേണ്ടി നേടണമെന്ന ആഗ്രഹത്തോടെ, വാഞ്ചയോടെ, ലക്ഷ്യം തെറ്റാതെ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ, ഏത് പ്രതികൂലങ്ങളെയും തരണം ചെയ്യുവാൻ, ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ, അടികൾ, സ്തോത്രം ഹല്ലേലൂയ, അപവാദങ്ങൾ, അപഹാസങ്ങൾ, നിന്ദകൾ, പഴികൾ, ദുഷികൾ, ജയില് എല്ലാം ിട്ടും തളർന്നു പോകാതെ ദൈവത്തിനു വേണ്ടി ഓടുന്നത് എന്തുകൊണ്ടെന്നോ? അവർ ഈ ശക്തി പ്രാപിച്ചത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് സ്തോത്രം, ഇത് നിസ്സാരമെന്ന് കരുതരുത്. ഇന്ന് രാത്രി എൻ്റെ വചനം കേട്ട് നിങ്ങൾ കടന്നു പോകുമ്പോൾ ഇനിയുള്ള നിങ്ങളുടെ പ്രാർത്ഥന ഈ ദൈവശക്തി പ്രാപിക്കുവാൻ വേണ്ടിയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആവശ്യമായ ശക്തിയെല്ലാം ദൈവത്തിൻ്റെ പക്കലുണ്ടെന്നേ. ഇത് ചോദിച്ച് വാങ്ങിക്കുവാൻ കൂടി ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിറയ്ക്കും ദൈവം, അല്ലേ? പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചർച്ചിൽ പറയാറുണ്ട്. നിൻ്റെ വായ വിസ്താരത്തിൽ തുറക്കണം. തുറന്നാൽ എന്ത് ചെയ്യുമെന്നാണ് ദൈവം പറയുന്നത്? നിറയ്ക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ്. നമ്മൾ ചോദിക്കത്തില്ല, ചോദിക്കാതെ ഇങ്ങനെ ഇരിക്കും, ദൈവം തരുമ്പോൾ തരട്ടെ എന്ന് വെച്ച് ചിലർ അതിഭാഷണത്താലെല്ലാം കിട്ടിയെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ചുമ്മാ കുത്തിയിരുന്ന് ആവശ്യമില്ലാത്തതിനെല്ലാം ചോദിക്കും, ആവശ്യമുള്ളതൊട്ട് ചോദിക്കത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥനയെ നമ്മളൊന്ന് ചിന്തിച്ച് ആരാഞ്ഞ് വിലയിരുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് എന്താ വരുന്നത്? നമ്മുടെ ഭൗതിക കാര്യങ്ങളല്ലേ വാസ്തവമായി, അല്ലേ? നിങ്ങളും ചിലപ്പോൾ ഇന്ന് വാസ്തു നല്ല ദൂതൊക്കെ കേൾക്കാം എന്നൊക്കെ പറഞ്ഞായിരിക്കും വന്നത്, എനിക്കറിയാം. പക്ഷെ ഞാൻ നിങ്ങളെ ക്രിസ്തുവിൽ എൻകറേജ് ചെയ്യുകയാണ്. ചില പൊട്ട ഇംഗ്ലീഷൊക്കെ ഞാൻ പറയും, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കണം കേട്ടോ. ശിനിസ്ട്രസിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ദൈവത്തിൽ ബലത്തിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഭൗതിക തലങ്ങളെയൊക്കെ വിട്ട് ദൈവം അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരാമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്, അല്ലേ? സ്തോത്രം. ഉണ്ണാനുള്ളത്, ഉടുപ്പാനുള്ളത് എല്ലാം ദൈവം തരുമെന്നേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സകലതും ലഭിക്കുമെന്നൊന്നും ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ നമുക്ക് സകലതും ലഭിക്കുമെന്നല്ല, ഇതൊക്കെയും തൊട്ട് മുകളിൽ കുറച്ച് ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ആവശ്യം എന്തെന്നെല്ലാം ദൈവത്തിന് നന്നായിട്ടറിയാം. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ കിട്ടുമെന്നേ. എന്തിനാ ഭാരപ്പെടുന്നത്? എന്തിനാ നിരാശപ്പെടുന്നത്? അല്പ ആയുസേ നമുക്കുള്ള ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും പ്രയോജനമായി തീരണേ. സ്തോത്രം. ഞാൻ പറയുന്ന എല്ലാവർക്കും കയറി സ്തോത്രം വലിയ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും പാട്ട് പാടാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ കഴിയുമെന്ന് പറയുന്നില്ല. പക്ഷേ കർത്താവിൻ്റെ വചനത്തിലൊരു വാക്യമുണ്ട്, ഞാൻ പറയട്ടെ. എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിപ്പാൻ, അതൊരു ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കൊന്നും വരാക്കില്ല, ഞാൻ നല്ല അടിപൊളി സൗണ്ടിലല്ലേ പറയുന്നേ. സ്തോത്രം. ഒരു ഗ്ലാസ് പച്ചവെള്ളം നീ കുടിക്കാൻ കൊടുത്താൽ അതിന് പ്രതിഫലം നിശ്ചയമായുമുണ്ടെന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വള്ളിയും പുള്ളിയും മാറ്റം വരത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ചെയ്യുന്ന ഏതൊരു ദൈവപ്രവൃത്തിക്കും നിനക്ക് പ്രതിഫലം നിശ്ചയമായും തരുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും പുറകെ പോകണ്ട, ഇതൊക്കെ നിന്നെ പിന്തുടർന്ന് വരും. നീ പുറപ്പെടേണ്ടത് ദൈവത്തിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരാത്മാവിൻ്റെ വില സർവ്വലോകത്തെക്കാളും വലുതാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മളത് നേടുവാനുള്ള ആഗ്രഹമുണ്ടായിരിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങളാണ് പലപ്പോഴും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സ്തോത്രം. പലർക്കും സുവിശേഷം പറയുക എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ട് പോലെയാണ്.
സ്തോത്രം. നമുക്കങ്ങനെ ഒരു കൃപയുണ്ടെങ്കിൽ അത് ജ്വലിപ്പിക്കുവാനിടയായിത്തീരണം. സ്തോത്രം. ഒരാളിനോട് ചെന്ന് ക്രിസ്തുവിനെക്കുറിച്ച് പറയുക എന്ന് പറയുന്നത് സർവ്വസാധാരണമെന്ന് ആരും വിചാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇത് അസാധാരണമാണെന്ന് നാം ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിയോട് ചെന്ന് ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷീകരിക്കുക, ദൈവം നിന്നെ വിടുവിക്കുമെന്ന് പറയുക, നിനക്ക് വേണ്ടി കാൽവരിയുടെ കുലക്കളത്തിൽ അരുമനാഥൻ യാഗമായി തീർന്നു, അവൻ്റെ രക്തത്താൽ നിന്റെ സകല പാപങ്ങളും പോക്കി നിന്നെ സ്തോത്രമല്ലിലെ രക്ഷയുടെ വസ്ത്രം ധരിപ്പിച്ച് ആമേൻ പിതാവായ ദൈവത്തിനോട് അടുപ്പിച്ചിരിക്കുന്നുവെന്ന് പറയണമെങ്കിൽ ഒരു കൃപ ആവശ്യമാണ്. സത്യത്തിൽ ഇതൊക്കെ പറയാൻ വിഷമമുണ്ട്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇതൊക്കെ പറയാനാണോ പാസ്റ്റർ ഇവിടെ വന്നിരിക്കുന്നതെന്ന്. ആമേൻ. എന്നോട് പറഞ്ഞ് സ്പെഷ്യൽ മീറ്റിംഗ് ആണെന്നാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങളെല്ലാവരും സ്പെഷ്യലായിട്ട് വേണം ഈ മീറ്റിംഗ് വിട്ട് പോകാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുന്നവരുണ്ടെങ്കിൽ നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക, നിന്നെ അധികത്തിന് ദൈവം വിചാരകനാക്കും. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം നമ്മൾ കേൾക്കും, ഇതെല്ലാം നമ്മൾ പറയും. പക്ഷേ കാര്യത്തോട് എടുത്തു വരുമ്പോൾ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വിട്ട് ഹല്ലേലൂയ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് പുറകെ ഓടുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അതുകൊണ്ട് ഞാൻ വേഗത്തിൽ മടങ്ങി വരട്ടെ പ്രിയ സുഹൃത്ത്. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമുക്ക് ആവശ്യമായത് നൽകുവാൻ വിശ്വസ്തനായ ദൈവമാണ്. നിങ്ങൾ പറയും നിങ്ങൾക്ക് കഴിവില്ല, നിങ്ങൾക്ക് ബുദ്ധിയില്ല, നിങ്ങൾക്ക് ജ്ഞാനമില്ല. സ്തോത്രം. ഞാൻ വെറും 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. സ്തോത്രം. അത് കഴിഞ്ഞ് പോയത് ബൈബിൾ ക്ലാസ്സിലാണ്. സ്തോത്രം. ഒരു പ്രാവശ്യം ദൈവത്തിൻ്റെ കൃപയാൽ ആമേൻ 7ാം ക്ലാസ് പഠിച്ച എന്നെ കൊണ്ട് അനേകരുടെ മുമ്പിൽ ദൈവവചനം പ്രസംഗിക്കുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കഴിവല്ല പ്രിയ സുഹൃത്തുക്കളെ. അപ്പം നമുക്ക് ആവശ്യത്ത് നൽകുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് ആരറിയണമെന്നാ? പാസ്റ്റർ അറിയണമെന്നാണോ? അല്ലോ, പാസ്റ്റർ അറിയണമെന്നാണ്. നിങ്ങളറിയണം. പാസ്റ്ററും അറിയണം, നിങ്ങളും അറിയണം. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, നിങ്ങൾക്ക് ആവശ്യമായത് ദൈവത്തിൻ്റെ പക്കലുണ്ട്. അത് പ്രാപിക്കാൻ മാത്രം നിങ്ങൾ സന്നദ്ധരായാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഈ വാക്യം ഏതോ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം എനിക്ക് തോന്നുന്നത് സാജു ആണെന്ന് തോന്നുന്നു, ബ്രദർ സാജു ആണെന്ന് തോന്നുന്നു, ഇതിനെക്കുറിച്ചൊരു ക്ലാസ് എടുത്തത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനകത്ത് ഈ ഒരു പദം ഈ ഒരു സെൻറ്റൻസ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ തങ്ങി നിൽക്കാറുണ്ട് ഈ ഭേദഭാഗം ചിന്തിക്കുമ്പോൾ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ വാട്ടർ ടാങ്ക് ഉണ്ടല്ലേ, വാട്ടർ ടാങ്കിൽ നിറച്ചു വെള്ളമാണ്. സ്തോത്രം. ആമേൻ. ഒരു ബിൽഡിങ്ങിൽ 10, 35, 36, 40, 60 ഒക്കെ ഫ്ലാറ്റുള്ള ബിൽഡിങ്ങുകളുണ്ട്. ആ ബിൽഡിങ്ങുകാർക്ക് എല്ലാവർക്കും ആവശ്യമായ ജലസ്രോതസ് എവിടെയുണ്ട്? മുകളിൽ വാട്ടർ ടാങ്കിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ വാട്ടർ ടാങ്കിൽ നിന്ന് നേരെ ഒരു കണക്ഷൻ എവിടോട്ട് വന്നിട്ടുണ്ട്? നിൻ്റെ ഭവനത്തിനകത്തും വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിഷയം എന്തെന്ന് പറഞ്ഞാൽ പൈപ്പുണ്ട്, കണക്ഷനുണ്ട്, മുകളിൽ ആവശ്യത്തിനധികം ജലസ്രോതസ്സുണ്ട്. പക്ഷെ ഒരൊറ്റ വിഷയമേ ഉള്ളൂ, ഇതിൽ നിന്ന് വേണമെങ്കിൽ നീ തുറക്കണം. എത്ര പേർക്ക് മനസ്സിലായി? വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ വലിപ്പം, ശക്തിയുടെ അളവറ്റ വലിപ്പം. അപ്പം അത് തന്നെ അളവിൽ കവിഞ്ഞതാണ്. ആവശ്യത്തിലധികം എന്തുണ്ട്? ഈ ടാങ്കിനകത്തുണ്ട്, അല്ലെങ്കിൽ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. ഈ ലൈനിലൂടെ ഇത് നമ്മുടെ അടുക്കലത്ത് നിൽക്കുക. പക്ഷേ ഇത് പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ തുറക്കണം. നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരിക്കണം, നിങ്ങൾക്കൊരു വാഞ്ചയുണ്ടായിരിക്കണം. ഇത് തുറക്കണം, ഇതിൽ നിന്ന് പ്രാപിക്കണം. ഞാൻ ക്രിസ്തുവിന് വേണ്ടി പ്രയോജനമുള്ളവനായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനിടയായിത്തീരുന്നത്. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾ വേഗത്തിൽ വിരാമം കുറിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് എന്താണ് പർപ്പസ് ഉള്ളത്? നിങ്ങൾ എന്താണ് ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് ഇന്ന് രാത്രി ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ കടന്നു പോകണം. മീറ്റിംഗ് എന്ന് കടന്നു പോകുമ്പോൾ നിങ്ങൾ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരണോ, അത് ദൈവം നിങ്ങൾക്ക് പ്രയോജനമുള്ളവരായി തീരണോ? ഇതൊരു വലിയ ചോദ്യമാണ്.
വേർതിരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാകത്തുള്ളൂ. ഞാനൊരൊറ്റ ചോദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കുറിവാക്യം ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എന്തിന്? നമുക്ക് പോരാട്ടമുള്ളതിനെ ജയിക്കുവാൻ. ആ പോരാട്ടങ്ങളെ ജയിക്കണം. നാം യുദ്ധക്കളത്തിലാണ്. നമ്മൾ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നാം ചിന്തിക്കണം, ദൈവത്തിന് നാം പ്രയോജനമായി തീരണമോ വേണ്ടയോ എന്ന്. ഈ ശക്തി നമ്മൾ പ്രാപിക്കണമോ വേണ്ടയോ എന്ന്. ദൈവത്തിൽ നിന്ന് ഇത് പ്രാപിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരത്തുള്ളൂ. ദൈവം നിങ്ങൾ കേൾപ്പിച്ചിരിക്കുന്ന ചെറുതും വലുതുമായ ശുശ്രൂഷകളെ അലക്ഷ്യമായി ചിന്തിക്കരുത്, കുറവായി ചിന്തിക്കരുത്. ദൈവം ഇതെല്ലാം കണക്കിടുന്നൊരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളാരും കാണുന്നില്ല എന്ന് ചിന്തിക്കും, ദൈവം കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇല്ല, ഇത് പ്രാപിച്ചേ പോകാവൂ. 2 വാക്യം കൂടെ ഞാൻ പറഞ്ഞ് എൻ്റെ വാക്ക് വിരാമം കുറിക്കുക. ഒന്ന്, നമ്മൾക്ക് ആവശ്യമുള്ള റിസോഴ്സ് ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഈ ശക്തി നമ്മൾ പ്രാപിക്കുവാനിടയായിത്തീരണം. 2, ഞാൻ ഇത്തിരി സമയമെടുത്തത് എന്നോട് പരിധി ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സമയമെടുത്ത് പ്രസംഗിച്ച്. അല്ലെങ്കിൽ പണ്ട് കർത്താവിൻ്റെ ദാസന്മാർ പറയണത്, ഞങ്ങൾക്ക് 2 മീറ്ററിലും തുന്നാനറിയാം, 10 സെൻറ്റിമീറ്ററിലും ഞങ്ങൾക്ക് തുന്നാനറിയാം. അതുകൊണ്ട് നിങ്ങൾ 10 മിനിറ്റിൽ തീർക്കണമെന്ന് പറഞ്ഞാൽ 10 മിനിറ്റിൽ ഞങ്ങൾ ആശീർവാദം പറഞ്ഞിരിക്കും. സ്തോത്രം. എൻ്റെ അടുത്ത് 8:45 കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്തായാലും 8:45 പോകുന്നില്ല, ഞാൻ നിർത്തുക. സ്തോത്രം. എനിക്കറിയാം പല സ്ഥലങ്ങളിൽ നിന്നാണ് എല്ലാവരും ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്കിവിടെ 8:15 ആയുള്ളൂ. നാട്ടിൽ നിന്നൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് പാസ് നാട്ടിൽ നിന്നാണ്, മറ്റുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് വിരാമം കുറിക്കുകയാണ്. നമ്മൾ ദൈവത്തിന് പ്രയോജനമുള്ളവരായിത്തീരണം. ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരായി തീരണം. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തതൊക്കെ മതി, നമുക്ക് വേണ്ടി പോരാടിയതൊക്കെ മതി. നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റും. ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾ ശക്തി ധരിക്കുവാനിടയായിത്തീരണം. ദൈവത്തിൻ്റെ ശക്തി തന്നെ പ്രാപിക്കുവാനിടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. 1-2 വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ വേഗത്തിൽ എൻ്റെ വാക്ക് 1-2 വാക്യം കൂടെ, ഞാൻ ദീർഘിപ്പിക്കത്തില്ല, 2 വാക്യം കൂടെ പറഞ്ഞ് ഞാൻ വാക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുക. ഒന്ന്, നമുക്ക് ഏറ്റവും സുപരിചിതമായൊരു വേദഭാഗം 2 വാക്യവുമാണ്. ഒന്ന്, എബ്രായർക്കെഴുതിയ ലേഖനം 34-ാമത്തെ വാക്യം 11-34. നമുക്കറിയാം, സ്തോത്രം, എബ്രായർക്കെഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് വിശ്വാസവീരന്മാരുടെ പട്ടികയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് ഹല്ലേലൂയ, ഈ മെസ്സേജിനോടുള്ള ബന്ധത്തിലൊരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. 34-ാമത്തെ വാക്യം, തീല ബടം കെടുത്തി വാളിൻ്റെ വാഴ്ത്തലേക്ക് തെറ്റി ബലഹീനതയിൽ അവർ എന്തു ചെയ്തു? ശക്തി പ്രാപിക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ ഇത് വിശ്വാസത്തെക്കുറിച്ചാണ് ഈ അധ്യായം മുഴുവനും പ്രസ്താവിക്കുന്നത്. സ്തോത്രം. ഇവിടെ പറയുന്നു, ബലഹീനതയിൽ അവർ ശക്തി പ്രാപിക്കുവാനിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. തീയുടെ ബലം കെടുത്തി അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്ത ഒരു കൂട്ടം ജനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ദൈവനാമത്തിനു വേണ്ടി പ്രതികൂലങ്ങൾ സഹിച്ച ഒരു കൂട്ടത്തെ വിവരിച്ചുകൊണ്ട് അവിടെ പറയാണ്, അവർ ബലഹീനതയിൽ ശക്തി പ്രാപിക്കുവാനിടയായിത്തീർന്നു. എങ്ങനെയാണ് ഈ ശക്തി പ്രാപിക്കുവാനിടയായിത്തീർന്നത്? അവരുടെ വിശ്വാസം നിമിത്തം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസം നിമിത്തം പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തി അവർ പ്രാപിക്കുവാനിടയായിത്തീർന്നു. ഇന്ന് രാത്രി പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാനിടയായിത്തീരണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസം എവിടെ വർദ്ധിക്കുന്നുവോ അവിടെ ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരവും നിശ്ചയമായും ഉണ്ടായിരിക്കുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഏറ്റവും ഒടുവിൽ ഒരു വാക്യം കൂടെ വായിച്ച് വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അപ്പോൾ ഈ ശക്തി പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന് വേണ്ടി ഒരു കാത്തിരിപ്പ് നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. വാഞ്ചയോടെ ദൈവസന്നിധിയിലായിരിക്കണം. ദൈവത്തിൽ പ്രാപിക്കണമെന്ന ആഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കണം. ഇതെല്ലാം എന്തിനു വേണ്ടിയാ? ദൈവത്തിന് വേണ്ടി ഓടുവാൻ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ദൈവദാസൻ പ്രസംഗിച്ച പ്രസംഗത്തിനകത്ത് സ്തോത്രം, ഒരു കോട്ടിങ് ഞാൻ കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവം ഒന്നും തരാതെ ആരും ഇതിനകത്തൊന്നുമില്ല. സ്തോത്രം. അല്ലയോ പ്രസംഗിച്ചത് എന്ന എൻ്റെ ഓർമ്മ. ഞാൻ ഇച്ചിരിയെ കേട്ടുള്ളൂ, ഇന്ന് അതെടുത്ത് കേട്ടത്. ദൈവം ഒന്നും തരാതെ നമ്മൾ ആരും ഇവിടെ ഇല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിക്കുന്നൊരു വേഗഭാഗമാണത്. ഷിനു സിസ്റ്ററിനെ ഒരു പക്ഷേ ഞാൻ ചർച്ചിൽ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം. നമ്മുടെ ചർച്ചിൽ മറ്റ് സഹോദരി ഇരിപ്പുണ്ട്, അവർ കേട്ടിട്ടുണ്ടായിരിക്കാം. കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം. പാസ്റ്റർ പറഞ്ഞു, ഞാനത് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് വിരാമം കുറിക്കുകയാണ്. സ്തോത്രം. ദൈവം ഒന്നും തരാതെ ഇവിടെ ആരുമില്ല. ഒന്നാമത്തെ വിഷയം. 2,
ചിലർക്ക് 5 കൊടുത്തു, 2 കൊടുത്തു, 1 കൊടുത്തു. 5 കൊടുത്തവൻ 10 തേടി, 2 കൊടുത്തവൻ 2 കൂടെ വാങ്ങി, 1 കിട്ടിയവൻ കൊണ്ട് കുഴിച്ചിട്ടു. സ്തോത്രം. പക്ഷേ ഇത് കൊടുത്തത് ആർക്കാ? തൻ്റെ ദാസന്മാർക്ക്. ഞാനിതെപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നൊരു വിഷയമാണ്. ദൈവം തൻ്റെ ദാസന്മാർക്ക് കൊടുത്തതിന് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം നിശ്ചയമായുണ്ട്. നിങ്ങളാരും വിചാരിക്കരുത് ഞാൻ ഇതിൽ നിന്ന് ഒഴിവ് കഴിവുള്ള ആളാണെന്ന്. ദൈവം കൊടുത്തതാണെങ്കിൽ, ഞാൻ ഈ പ്രസംഗം ഈ വിഷയം പറയുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഇത് അടുത്ത് കിടക്കുന്ന പാപ്പച്ചന് കൊടുത്തതല്ല, അടുത്ത് കിടക്കുന്ന രാജന് കൊടുത്തതല്ല, അപ്പുറത്ത് കിടക്കുന്ന ആർക്കെങ്കിലും കൊടുത്തതാണെന്ന് പറഞ്ഞ് നമുക്കിഷ്ടമില്ലാതെ ചർച്ചിനകത്ത് വന്നിരുന്ന് അപ്പുറത്തിരിക്കുന്ന ലീലാമ്മ നോക്കിയിട്ട് നിനക്കുള്ളതാണ്. ഒന്നും നടക്കത്തില്ല. തൻ്റെ ദാസന്മാർക്ക് കൊടുത്തു. നമ്മളെല്ലാവരും ഈ ലിസ്റ്റിൽപ്പെടുന്ന ആൾക്കാരാണ്. ഒടുവിലൊരു ദിവസം കർത്താവ് നമ്മോട് കണക്ക് ചോദിക്കുവാൻ വരും. അന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുകയാണ്, 1 കിട്ടി ദാസന കർത്താവെ 1 തന്നുള്ളൂ, ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്, നീ തന്ന 1 ഒന്നും കുറയാതെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ മടിയനും ദുഷ്ടനുമായ ദാസനെ എന്ന വിളിക്കിരയായിത്തീരുവാനിടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് രാത്രി എൻ്റെ വചനങ്ങൾക്ക്, വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന എന്ന ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉരുവാകുവാനിടയായിത്തീരട്ടെ. ഇന്ന് ഈ രാത്രി എൻ്റെ വചനം കേൾക്കുന്നത് വരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ വിതയ്ക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉരുവാകുവാനിടയായിത്തീരട്ടെ. എങ്ങനെയും ദൈവത്തിന് വേണ്ടി ഓടണം. ഏത് വിധേനയും ഒരു ആത്മാവിനെങ്കിലും ദൈവത്തിന് വേണ്ടി നേടുവാനിടയായിത്തീരണം. എൻ്റെ കഴിവോ മിടുക്കുകളോ അപ്പുറമായി എൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാൽ ഇതെല്ലാം ഞാൻ നേടിയെടുക്കും. ദൈവത്തിന് പ്രയോജനമായി തീരും, ദൈവത്തിന് പ്രസാദമായി തീരും. ആമേൻ. അനേകരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനവുമായി, ദൈവത്തിൻ്റെ സാക്ഷ്യവുമായി ഞാൻ കടന്നു പോകുമെന്ന് ആമേൻ ഉറപ്പും ധൈര്യവുമായി പ്രഖ്യാപിക്കുവാൻ നമുക്കിടയായി തീരണം. ഇതെല്ലാം നടക്കണമെങ്കിൽ ആമേൻ നാം കർത്താവിൽ നിന്ന് ബലം ധരിക്കുവാനിടയായി തീരണം. നാം ആ ബലം ധരിക്കുന്ന മാത്രയിൽ നാം ഇതിലെല്ലാം നമ്മെക്കൊണ്ട് ദൈവം ചെയ്തെടുക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലും അധികം ചെയ്യുമെന്ന് പറഞ്ഞ അരുമനാഥൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇത്രയും സമയം എനിക്ക് അനുവദിച്ച് തന്ന ആമീൻ പ്രിയ സഹോദരങ്ങളോട് നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഈ പ്രയർ സെല്ലിനെ, ഈ പ്രയർ ഗ്രൂപ്പിനെ, ഈ പ്രയർ കൂട്ടായ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ മുഖാന്തരം അനേകർ ക്രിസ്തുവിനെ അറിയുവാൻ ഇടയായിത്തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ ദാസനോടുള്ള പ്രത്യേക നന്ദി ഞാൻ ഇത്തരണത്തിൽ രേഖപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. മുഖാമുഖം കണ്ടിട്ടില്ലെങ്കിലും ഇന്ന് ഈ സൂം മീറ്റിങ്ങിലൂടെ ദാസനെയും കാണുവാൻ കഴിഞ്ഞുവല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരോടുള്ള ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ ഏറ്റവും ഒടുവിലായി